നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം വചനവും അതിൻ്റെ പ്രയോജനവും. നമ്മൾ ബേസ് ചെയ്യുന്ന ദൈവവചന ഭാഗം സങ്കീർത്തനങ്ങൾ 119. ആ അധ്യായം മുഴുവനും ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചുള്ളതാണ്. ആ അധ്യായത്തിൽ കർത്താവ് നമുക്കായി തരുന്ന കുറച്ച് സ്പെഷ്യൽ മുത്തുകളാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. 8 വചനങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ പഠിച്ചു. ഒന്ന് സങ്കീർത്തനങ്ങൾ 119, 3 രണ്ടാമത്തെ മുത്ത് സങ്കീർത്തനങ്ങൾ 119:6, മൂന്നാമത്തെ മുത്ത് സങ്കീർത്തനങ്ങൾ 119:7, 4 സങ്കീർത്തനങ്ങൾ 119:9, 5 119:10, 6 119:11, 7 119:38, 8 119:42. 9-ാമത്തെ മുത്തു സങ്കീർത്തനങ്ങൾ 119:45. അവൻ്റെ പ്രമാണങ്ങൾ നമ്മെ വിശാലതയിൽ നടത്തും. നമുക്ക് വായിക്കാം. നിന്റെ പ്രമാണങ്ങൾ ആരായുന്നതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും. ഹല്ലേലൂയ. നിന്റെ പ്രമാണങ്ങൾ ആരായുന്നത് കൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും, വിശാലതയിൽ നടത്തും. വിശാലതയിൽ. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത്, നിന്റെ വചനമായുള്ള സത്യം, ഈ സത്യത്താൽ നിങ്ങളെ വിശുദ്ധീകരിക്കും. യോഹന്നാന്റെ സുവിശേഷം 8-ാം അധ്യായം എൻ്റെ 32-ാമത്തെ വാക്യത്തിൽ പറയുന്നു, സത്യം നിങ്ങൾ അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. ആ സ്വാതന്ത്ര്യം ഇതുവരെ ആരാണോ നമ്മളെ തടങ്കിൽ വെച്ചത് അവനിൽ നിന്നുള്ള ഒരു വിടുതലാണ്. ഇതുവരെ ആരാണോ നമ്മളെ അനുഗ്രഹം പ്രാപിക്കാതെ തടഞ്ഞു നിർത്തിയതോ അവനിൽ നിന്നുള്ള ഒരു വിടുതലാണ്, ഒരു വിശാലത, ഒരു സ്വാതന്ത്ര്യം. ഹല്ലേലൂയ. മതത്തിൽ നിന്നുള്ള ഒരു സ്വാതന്ത്ര്യമാണ്. മതം ഇപ്പോഴും മനുഷ്യന് സ്വാതന്ത്ര്യമല്ല, ഇപ്പോഴും മനുഷ്യനെ അടിമകളാക്കി തന്നെ നിർത്തിയിരിക്കുകയാണ്. മതത്തിൽ നിന്ന് നിനക്കൊരു അനുഗ്രഹം പ്രാപിക്കണമെങ്കിൽ മതത്തിന് ചില നിയമങ്ങളുണ്ട്. അത് ചെയ്താൽ നീ അനുഗ്രഹം പ്രാപിക്കും. അതിന് മനുഷ്യനിർമ്മിതമായ ഒത്തിരി ആചാര അനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ആ കടമ്പകൾ കടന്നാൽ മാത്രമേ ഒരുത്തന് അനുഗ്രഹമുള്ളൂ. ഹല്ലേലൂയ. ആ ഒരു സ്വാതന്ത്ര്യമുള്ളൂ. അല്ലെങ്കിൽ അവൻ എന്നൊക്കെയും അടിമയാണ്. അവൻ അങ്ങനെ അടിമയായിട്ട് ഇരുന്നാൽ മാത്രമേ മറ്റുള്ളവർക്ക് അതുകൊണ്ട് ലാഭമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അതിനാണ് ഈ അടിമ കെട്ടിക്കൽ എന്നൊക്കെ പറയത്തില്ലയോ? ആ അടിമ കെട്ടിക്കൽ ഇപ്പോഴും ഉണ്ട്. എന്നാൽ സഹോദര, നീ എന്നെ കേൾക്കുന്ന സഹോദര, കർത്താവിൻ്റെ വചനം ശ്രവിക്കുന്ന സഹോദര, ഒരു അടിമയുമായിട്ട് നീ ഇരിക്കേണ്ട. നിന്റെ ഉടയവൻ നിന്നെ സ്വതന്ത്രനാക്കി. മനുഷ്യൻ കെട്ടിയിടുന്ന ആ മതത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന് നമ്മളെ അഴിക്കുന്നത് കർത്താവായ യേശുവാണ്. ലാസർ ഉയർത്തെണീറ്റ് നിൽക്കുകയാണ്. ലാസറേ, കം ഔട്ട്. ആ ലാസർ പുറത്ത് വന്ന് ഉയർത്തെണീറ്റ് നിൽക്കുന്ന ലാസറിന് പുറത്തോട്ട് പോകാൻ പറ്റുന്നില്ല. അവനെ കെട്ടിയിരിക്കുകയാണ്. അവരുടെ ആചാര അനുഷ്ഠാനം അനുസരിച്ച് അവനെ ശരീരം കയറുകൊണ്ട്, ചരട് കൊണ്ട് കെട്ടിയിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഉയർത്തെണീറ്റ് വന്നപ്പോൾ ചരട് പൊട്ടിയില്ലായിരുന്നു. കർത്താവ് പറഞ്ഞ എന്താ? അവൻ്റെ ചരടഴിക്കുക, അവൻ്റെ കെട്ടഴിക്കുക, അവൻ പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങോട്ട് ഇങ്ങോട്ട് കരങ്ങൾ കൊടുത്ത് നമ്മളുടെ എല്ലാം കെട്ടഴിച്ച് വിട്ടിരിക്കുകയാണെന്ന് പറ. ഈ കയറൂരി വിട്ടതൊന്നുമല്ല, കെട്ടഴിച്ച് വിട്ടതാണ്. ഹല്ലേലൂയ. കയറൂരി വിടുക എന്നൊക്കെ പറയുന്നത് തോന്നിവാസം നടക്കാം. പക്ഷെ കെട്ടഴിച്ചാൽ ആരാണോ എന്നെ ഉയർപ്പിച്ചത്, ആരാണോ എന്നെ വിടിവിച്ചത്, ആരാണോ എന്നെ സ്വതന്ത്രനാക്കിയത്, അവനിലുള്ള ഒരു സ്വാതന്ത്ര്യം. ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ. ഈ സ്വാതന്ത്ര്യം നമ്മൾ അനുഭവിക്കുന്നത് ഈ മുത്ത് നമ്മൾ അറിയുമ്പോഴാണ്. ഇതിൻ്റെ വചനം പറയുകയാണ്, അവൻ്റെ പ്രമാണങ്ങൾ നമ്മെ വിശാലതയിൽ നടത്തും. ആ വചനം ഒന്നുകൂടെ വായിക്കാം ആൻറ്റി. നിന്റെ പ്രമാണങ്ങൾ ആരായുന്നതുകൊണ്ട് ഞാൻ സ്വാതന്ത്ര്യത്തിൽ നടക്കും.
ഈ പുസ്തകത്തിൽ പറയുന്നത്, ഈ ബൈബിളിൽ പറയുന്നത് വിശാലതയിൽ നടക്കുമെന്നാണ്. വിശാലതയിൽ നടക്കും. അത് എല്ലാ രീതിയിലും, ഭൗതികമായാലും ആത്മീയപരമായാലും എല്ലാ രീതിയിലും വിശാലതയിൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് ഈ കർത്താവിൻ്റെ വചനം അറിയും തോറും ആ ഒരു സ്വാതന്ത്ര്യം നമുക്ക് വരുന്നത്, ആ ഒരു വിശാലത നമുക്ക് വരുന്നത്. കർത്താവ് പറഞ്ഞു, അന്വേഷിക്കുമെന്ന് നിങ്ങൾ കണ്ടെത്തും. ആരായുന്നവന് മാത്രം, അന്വേഷിക്കുന്നവന് മാത്രമേ ഈ സത്യം കണ്ടെത്താൻ സാധിക്കുകയുള്ളൂ. ആഴത്തിൽ കുഴിച്ച് പാറ കണ്ടെത്തുന്നവന് മാത്രമേ ഈ സത്യം അനുസരിക്കാൻ സാധിക്കുകയുള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ സത്യം കാണണമെങ്കിൽ, അറിയണമെങ്കിൽ ആഴത്തിൽ കുഴിക്കണം. ആഴത്തിൽ കുഴിച്ച് ചെല്ലുമ്പോഴാണ് ഈ വചനം കണ്ടെത്തുന്നത്. ആ വചനത്തിൽ ഭവനം പണിയുന്നവനാണ് ബുദ്ധിയുള്ള മനുഷ്യന് തുല്യൻ. ആഴത്തിൽ കുഴിക്കണം. സ്തോത്രം. വെറുതെ ഇരുന്ന് മാന്തിയാപ്പര. ഈ വെറുതെ ഇരുന്ന് മാന്തുന്ന ക്രിസ്ത്യാനിയാണ് ആഴത്തിൽ കുഴിക്കുന്നവനെ തല്ലുന്നത്. സ്തോത്രം. വചനം പഠിക്കത്തില്ല. ആരെങ്കിലും അത് പ്രഘോഷിച്ചാലോ അവനെ തല്ലാനോ കഴിയും. സ്തോത്രം. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നത്, സത്യം അറിഞ്ഞവൻ സത്യം പറയട്ടെ, സ്വപ്നം കണ്ടവൻ സ്വപ്നം വ്യാഖ്യാനിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ സത്യം കണ്ടെത്താനുള്ളതാണ്. സത്യാന്വേഷികളാണ്. ദൈവവചനത്തിൻ്റെ സത്യം അത് കണ്ടെത്തുന്നവനാണ് ഭാഗ്യവാൻ. അവന് മാത്രമേ വിശാലതയിൽ നടക്കാൻ പറ്റുകയുള്ളൂ. സ്തോത്രം. അത് വളരെ വ്യക്തമായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വചനമാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ചേർന്നൊരാമേൻ പറയാം. ആമേൻ. അതുകൊണ്ട് ഇപ്പോൾ, എപ്പോൾ, ഉച്ചത്തിൽ പറ, എപ്പോൾ, ഇപ്പോൾ. മൂക്കി പഞ്ഞി വെക്കുമ്പോഴല്ല, മൂക്കി പഞ്ഞി വെക്കുന്നതിന് മുമ്പ്. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക്. ഒരുത്തൻ എപ്പോഴാണ് യേശുക്രിസ്തുവിൽ ആകുന്നത്? ദൈവത്തിൻ്റെ വചനം അനുസരിക്കുമ്പോഴാണ്. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 7-ാം വാക്യം. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ. ഹല്ലേലൂയ. ഈ പ്രക്രിയ നടക്കുമ്പോഴാണ് ഒരുത്തൻ യേശുക്രിസ്തുവിലാകുന്നത്. നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് അപേക്ഷിക്കുവിൻ. മതി. ഹല്ലേലൂയ. ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല എന്ന് വചനം പറയുമ്പോൾ മരിച്ചതിന് ശേഷം പ്രാർത്ഥിക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരുത്തൻ യേശുക്രിസ്തുവിൽ ആകേണ്ടത് മരിച്ചതിന് ശേഷമില്ല, ജീവിച്ചിരിക്കുമ്പോഴാണ്. അപ്പോൾ യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയില്ല എന്ന് പറയുമ്പോൾ അവൻ്റെ സ്വാതന്ത്ര്യം, അവൻ്റെ വിശാലത അവൻ വചനം അനുസരിക്കുമ്പോൾ തന്നെ വന്നു. അവൻ പിന്നെ അടിമയല്ല, അവൻ സ്വതന്ത്രനാണ്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഈ വചനം അറിയാത്തവർ മാത്രമേ മരണാനന്തര ശുശ്രൂഷയ്ക്ക് പൈസ കൊടുക്കുകയുള്ളൂ. സ്തോത്രം. ഇനി അതിന് കൊടുത്തിട്ട് കാര്യമില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ഒരുത്തൻ മരിച്ചപ്പോൾ കുർബാന ചൊല്ലിയാണ് അടക്കിയത്. ആ ഒരൊറ്റ കുർബാനയോടുകൂടി ഈ മരിച്ച വ്യക്തിയുടെ ആത്മാവ് നിത്യതയിൽ എത്തേണ്ടതാണ്. അത് എത്തിയില്ല എന്നുള്ളതിൻ്റെ തെളിവ് മരിച്ച് 7 ദിവസമായപ്പം കുഴികാഴ്ച എന്നും പറഞ്ഞൊരു ചടങ്ങുണ്ടല്ലോ. അന്നും അടക്കത്തിൻ്റെ അന്ന് ചൊല്ലിയ അതേ കുർബാന ചൊല്ലിയാണ് ചൊല്ലിയത്. അപ്പം അടക്കത്തിൻ്റെ അന്നും പോയില്ല എന്ന് തെളിഞ്ഞ് 7ൻ്റെ അന്നും പോയില്ല എന്നുള്ള തെളിവാണ് 30 ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒരെണ്ണം കൂടെ ചൊല്ലി. ദൈവവചനം പറയുന്നത് ആകയാൽ ഇപ്പോൾ യേശുക്രിസ്തുവിലായിരിക്കുന്നവർക്ക്. അപ്പോൾ ഇവൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് ഇവനെ പൊക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി. 7ൻ്റെ 30 ആയപ്പോഴും ആൾ പോയില്ല എന്നുള്ള തെളിവാണ്. 6 മാസം കഴിഞ്ഞപ്പോൾ പിന്നെ ഒന്നുകൂടെ ചൊല്ലിച്ചു. ഈ 6 മാസത്തിനുള്ളിൽ ആൾ അവിടെ എത്തിയില്ല എന്നുള്ള തെളിവാണ് ആണ്ടായപ്പോൾ ഒന്നുകൂടെ ചൊല്ലിച്ചു. ആണ്ടായപ്പോൾ ഒന്നുകൂടെ ചൊല്ലിപ്പിച്ചപ്പോൾ ആർക്ക് പ്രയോജനം ഉണ്ടായെന്നറിയാമോ?
ചൊല്ലിയ ആൾക്കും അതിൽ കൂടിയ ആൾക്കാർക്കൊക്കെ പ്രയോജനമുണ്ടായി. മരിച്ച ആൾക്കൊരു പ്രയോജനമില്ലട്ടില്ല. ഇനി ആ ഒരു വർഷം കഴിഞ്ഞപ്പോഴും ആളവിടെ പോയില്ല എന്നുള്ള തെളിവാണ് വർഷാവർഷം ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. ആത്മാക്കളുടെ ദിവസം വെച്ചിരിക്കുന്നതിൻ്റെ അതിനകത്ത് കാരണമാണ്. സ്തോത്രം. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ലെന്ന് വചനം പറയുമ്പോൾ പിന്നെ നിന്നെ ആരാ വീണ്ടും ശിക്ഷയിലേക്ക് വിധിച്ചത്? You know the truth, you know the truth, you know the truth. You know the truth, you will know the truth and truth will set you free. വിശാലതയ്ക്ക് ദൈവം നിന്നെ നടത്തും, സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നിന്നെ നടത്തും. പിന്നെ നീ ഒരിക്കലും ഒരു അടിമത്തത്തിനും നിന്നു കൊടുക്കേണ്ട കാര്യമില്ല. വളരെ വ്യക്തമായിട്ട് ഈ നിധിയിൽ ഇതെല്ലാം കിടപ്പുണ്ട്. ഒന്ന് കുറച്ച് സമയമെടുത്ത് ഒന്ന് ഇരുന്നത് പെറുക്കിയെടുത്താൽ മതി. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ നിന്റെ വചനം ആരായുന്നത് കൊണ്ട് നീ എന്നെ വിശാലതയിൽ നടത്തും. പ്രൈസ് ദി ലോർഡ്. ചേർന്നൊരു ഹല്ലേലൂയ പറയാം. 10ാമത്തെ മുത്ത്, സങ്കീർത്തനങ്ങൾ 119 അതിൻ്റെ 46ാമത്തെ വാക്യം. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുൻപിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. എനിക്കൊരു ലജ്ജയില്ലാതെ ആരുടെ മുൻപിലും കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് സംസാരിക്കും. ഹല്ലേലൂയ. അതാണ് വചനത്തിൻ്റെ പ്രത്യേകത. ഒരിക്കൽ ആ തിരുവചനത്തിൻ്റെ ശ്രേഷ്ഠത, ശുദ്ധമായ വചനം നിൻ്റെ ഉള്ളിൽ കയറിയാൽ പിന്നെ അത് 10 പേരോട് പറയാറുണ്ട്, നിനക്കുറക്കം വരത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ പറയാൻ ഒരു ലജ്ജയില്ല. ചിലർ നിങ്ങൾക്ക് നാണമൊന്നുമില്ല, എപ്പോഴും ഈ വചനവും പറഞ്ഞു കിടക്കണം, ബൈബിളും പറഞ്ഞു കിടക്കുന്നത്, ഇത്തിരി ബൈബിളും പറഞ്ഞു കിടക്കണം. അങ്ങനെ നീ ചോദിക്കുന്നുണ്ടെങ്കിൽ സഹോദര, നിനക്ക് ദൈവവചനത്തോട് ലജ്ജയാണ്. നീ ലജ്ജിച്ചാൽ കർത്താവും ലജ്ജിക്കും. നീ ഏറ്റു പറഞ്ഞാലോ കർത്താവ് ഏറ്റു പറയും. അത് രാജാക്കന്മാരുടെ മുമ്പിലായാലും ശരി, നിന്റെ കുടുംബക്കാരുടെ മുമ്പിലായാലും ശരി. ഹല്ലേലൂയ. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പൗലോസും രാജാവിൻ്റെ മുമ്പിൽ ലജ്ജ കൂടാതെ കർത്താവ്. അപ്പോൾ രാജാവ് ചോദിക്കുന്നുണ്ടോ, നീയും എന്നെയും മാനസാന്തരപ്പെടുത്താനാണോ വരവ്? സ്തോത്രം. അങ്ങനെ പറയുമ്പോൾ പലരും ചോദിക്കും, ഞങ്ങളെയും ബന്ധക്കോസിൽ ചേർക്കാനാണോ നിന്റെ? അത് തന്നെ, വേറെ ഒരു ലക്ഷ്യമില്ലെന്ന് പറഞ്ഞേക്കണം. സ്തോത്രം. ക്രിസ്തു ആകുന്ന പെട്ടകത്തിൽ കയറ്റാനാണ് നോഹയെ പോലെ ഞാനും വന്നിരിക്കുന്നേ. സ്തോത്രം. ഇപ്പോഴും ആ പെട്ടകം തുറന്നിരിക്കുകയാണ്. ലജ്ജ കൂടാതെ കയറിക്കോ, ലജ്ജ കൂടാതെ. ചില കുടുംബത്തിൽ ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത അമ്മയായിരിക്കും രക്ഷിക്കപ്പെട്ടിട്ടുള്ളൂ. വിദ്യാഭ്യാസമുള്ള മക്കൾക്കൊക്കെ ഈ വചനം വായിക്കാനും അല്ലെങ്കിൽ വചനം കൊണ്ടു നടക്കാനും ഒക്കെ ഒരു ലജ്ജ കാണുമായിരിക്കും. പക്ഷെ ഈ അമ്മയ്ക്ക് ഒരു ലജ്ജയില്ല. മക്കളോടും കുടുംബക്കാരോടും എല്ലാവരോടും ഈ അമ്മയ്ക്ക് സുവിശേഷം പറയാനേ സമയമുള്ളൂ. എനിക്ക് അങ്ങനെ പരിചയമുള്ള യാക്കോബ സമൂഹത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്ന ഒരു ആ അമ്മച്ചിക്ക് ഇപ്പോൾ 95 വയസ്സുണ്ട്, അല്ല 85 വയസ്സ്. അമ്മച്ചി മാത്രമേ രക്ഷിക്കപ്പെട്ടുള്ളൂ, വേറെ മക്കളാരും രക്ഷിക്കപ്പെട്ടിട്ടില്ല. അമ്മച്ചിക്ക് ആരെ കണ്ടാലും സുവിശേഷം പറയണം. മക്കളെ തള്ളേ, നിങ്ങൾക്ക് വേറെ ജോലിയൊന്നുമില്ല, നിങ്ങൾക്കൊന്നും വിട്ടായിരുന്നു അവിടെ. ബിഷപ്പ് വന്നാലും ശരി. ചിലർ അയ്യോ പിതാവ് വന്നേന്ന് പറഞ്ഞ് ഇങ്ങനെ വിറച്ചു മാറത്തില്ല. ഈ അമ്മയ്ക്ക് കിട്ടിയത് അതാണ് അവസരം. ഈ അമ്മച്ചി എന്ന് സുവിശേഷം പറയും. അപ്പസ്തോലിക് ചർച്ചിലാണ് പോണേ അമ്മച്ചി. സ്തോത്രം. ആ വാർദ്ധക്യത്തിലും ലജ്ജ കൂടാതെ വലിയ പ്രബലന്മാരുടെ മുമ്പിലും ബിഷപ്പ്മാരുടെ മുമ്പിലും മോൺസിഞ്ഞോർമാരുടെ മുമ്പിലും ഈ അമ്മച്ചിക്ക് ലജ്ജയില്ല സുവിശേഷം പറയാൻ. കാരണം എന്താ, അമ്മയുടെ ഉള്ളിലെ ഈ വചനം ഇരുന്ന് കത്തുക. ഹല്ലേലൂയ. അതെന്തൊരു ഭാഗ്യമല്ലേ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്.
കാരണം അമ്മച്ചി PhD എടുത്തിരിക്കുന്നത് ബൈബിളിലാണെന്നേ. മക്കളൊക്കെ ലോകത്തിലെ PhD, ഡബിൾ PhD, DDT വരെ മക്കളുടെ കയ്യിലുണ്ട്. പക്ഷെ അമ്മയുടെ പോക്കറ്റിൽ ഒരേ ഒരു PhD, അത് ഈ പുസ്തകം മാത്രമാണ്. ഞാൻ ലജ്ജിക്കാതെ രാജാക്കന്മാരുടെ മുമ്പിലും നിന്റെ സാക്ഷ്യങ്ങളെക്കുറിച്ച് സംസാരിക്കും. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ സംസാരിക്കുന്ന ഡോക്ടേഴ്സ്മാരുണ്ട്, വക്കീലന്മാരുണ്ട്. ഏതെല്ലാം മണ്ഡലത്തിൽ ആരെല്ലാം ഏതെല്ലാം പൊസിഷനിലിരിക്കുന്നോ അവരൊക്കെ ഇന്ന് നമ്മൾ ഈ കഴിഞ്ഞ റിയോയിൽ ഒളിമ്പിക്സിൽ ഒരു ഓട്ടക്കാരൻ തൻ്റെ ബൈബിളും പൊക്കിപ്പിടിച്ച് ആ സ്റ്റേഡിയത്തിൽ ഇങ്ങനെ പട ചേർത്തൻ്റെ ഇഷ്ടം നിറവേറ്റുന്ന യഥാർത്ഥ പടയാളി. ഹല്ലേലൂയ. എനിക്ക് തോന്നുന്നത് നെറ്റിൽ നിങ്ങളത് കണ്ടു കാണുമായിരിക്കാം. ആ ഒരു വ്യക്തി അവൻ്റെ തൻ്റെ ഇടം ആലോചിക്കുക. നമ്മൾ ട്രാക്കിലോ ഓടുന്നില്ല, വീട്ടിലാണ്. ചിലപ്പോൾ ആരാധനയ്ക്ക് വരുമ്പോൾ ഗോതമ്പ് പൊടിപ്പിക്കുന്നത് സഞ്ചിയിടാത്തിട്ടുണ്ടാണ് ഈ ബൈബിളൊന്ന് പുറത്ത് പിടിക്കാൻ. എടാ നീ ഒരു ക്രിസ്തീയ കുടുംബത്തിൽ ജനിച്ചില്ല, നീ വീണ്ടും ജനിച്ച മനുഷ്യനല്ലേ. പരസ്യമായിട്ടൊന്ന് ബൈബിള് പിടിക്കാൻ പോലെ ചിലർക്ക് ലജ്ജയാണ്. പക്ഷേ ഈ ഓട്ടക്കാരൻ അവൻ്റെ ട്രാക്കിൽ ആ ബൈബിള് പൊക്കിപ്പിടിക്കാൻ അവൻ ഈ അവസരം ഉപയോഗിച്ച് ലോകം മുഴുവനും കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. അതൊക്കെയാണ് എന്താ പറയുന്നത്, ഒരു പ്രത്യേക അഭിഷേകമാണ്. ഏത് രാജ്യത്തിൻ്റെ മുമ്പിലും ഏത് രാജാക്കന്മാരുടെ മുമ്പിലും. കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കണ്ട അത് ഏത് രാജ്യമാണ് ഞാൻ ഓർക്കുന്നില്ല, ആ രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റ് രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. സാമ്പിയയിൽ പ്രൈസ് ദി ലോർഡ്. ഇതേപോലുള്ള കുറേ പ്രസിഡന്റ്മാർ ഈ ലോകത്തിലുണ്ടായിരുന്നെങ്കിൽ ഒരു രാജ്യങ്ങൾ എപ്പോഴും നന്നായി പോയേനെ. സ്തോത്രം. അമേരിക്ക ദൈവവചന അടിസ്ഥാനത്തിലുണ്ടായെന്നാണ് പറയുന്നത്. ആ അമേരിക്കയിൽ ഇപ്പോൾ ബൈബിൾ പൊക്കി പിടിക്കാൻ പോലും പാടില്ല. കർത്താവിൻ്റെ നാമം പരസ്യമായിട്ട് പറയാൻ പോലും പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. 10 കൽപ്പന പരസ്യമായിട്ട് വെച്ചത് അത് എടുപ്പിച്ചു മാറ്റി. പരസ്യമായിട്ട് 10 കൽപ്പന അമേരിക്കൻ ക്രിസ്തീയ രാജ്യമെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ ക്രൈസ്തവ രാജ്യമല്ല, എന്താ പറയുക, പിശാചിൻ്റെ ലോകമല്ല. അങ്ങനെ ഒരു അവസ്ഥയിലേക്കാണ്. അപ്പോൾ 10 കൽപ്പന പരസ്യമായിട്ട് വെക്കാൻ പാടില്ല എന്ന് എടുത്തു മാറ്റിച്ചു. രാജാക്കന്മാരുടെ മുമ്പിൽ ലജ്ജ കൂടാതെ ഞാൻ നിന്റെ വചനങ്ങളെ സാക്ഷീകരിക്കും. ഇവിടെ അതുകൊണ്ട് എവിടെ അവസരം കിട്ടിയാലും സ്തോത്രം, ഈ വചനത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് സംസാരിക്കണേ? സാക്ഷാൽ ദൈവം തന്നെയായ യേശു ക്രിസ്തുവിനെ കുറിച്ച് തന്നെയാണ്. കാരണം അവൻ്റെ പേര് ദൈവവചനമെന്നാകുന്നു. ഹല്ലേലൂയ. സങ്കീർത്തനങ്ങൾ 119:50. അവൻ്റെ വചനം കഷ്ടതയിൽ നമുക്ക് ആശ്വാസം നൽകുന്നതാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. നിന്റെ വചനം എന്നെ ജീവിപ്പിച്ചിരിക്കുന്നത് എൻ്റെ കഷ്ടതയിൽ എനിക്ക് ആശ്വാസമാകുന്നു. ഹല്ലേലൂയ. ഇവിടെ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് ഈ വചനം കാരണമാണ്. സ്തോത്രം. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:19. ഫിലിപ്പിയർ 4:19. അത് ബൈ ഹാർട്ട് പഠിക്കേണ്ട ഒരു വചനമാണ്. എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ തൻ്റെ മഹത്വത്തോടെ തൻ്റെ ധനത്തിനൊത്ത വണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. ഹല്ലേലൂയ. സ്തോത്രം. ഏത് സമയത്ത് ഉരുവിടേണ്ട ഒരു വാക്യമാണത്. എൻ്റെ ദൈവമോ. ഈ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം എവിടെ വെച്ചാൽ എഴുതുന്ന? ജയിലറയിൽ കിടക്കുമ്പോഴാണ്. അവിടെ കിടന്നുകൊണ്ട് വിശുദ്ധൻ എഴുതുകയാണ്, എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെയും
തൻ്റെ മഹത്വത്തോടെ തൻ്റെ ദാനത്തിന് ഒത്തവണ്ണം ക്രിസ്തുയേശുവിൽ പൂർണ്ണമായി തീർത്തു തരും. സ്തോത്രം. വചനം ശക്തി തരുന്നതാണ്. വചനം പുഷ്ടിപ്പെടുത്തുന്നതാണ്. നിരാശയിലിരിക്കുന്നവനെ പ്രത്യാശയോടെ ഉയർത്തുന്നതാണ് ദൈവത്തിൻ്റെ വചനം. പ്രൈസ് ദി ലോർഡ്. മരണവീട്ടിലും വചനപ്രഘോഷണം ഒരു പ്രത്യാശയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മളെ ഈ തൻ്റെ ഭക്തരുടെ മരണം യഹോവയ്ക്ക് വിലയേറിയ പ്രസാദകരമത്രേ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ മക്കൾക്ക് മരണമില്ല. കാരണം ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന മരണത്തെ കാണത്തില്ല. ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്ന മരണത്തെ കാണത്തില്ല എന്ന് പറയുമ്പം, സ്തോത്രം, യേശുക്രിസ്തുവിൽ ആയിരിക്കുന്നവർക്ക് മരണമില്ല. ഈ മണ്ണിൽ നിന്നെടുത്തുന്ന മണ്ണിലേക്ക് പോകണം. പക്ഷെ ഇതിൻ്റെ അകത്തൊരു മനുഷ്യനുണ്ട്, അവന് മരണമില്ല. ഹല്ലേലൂയ. കാലം പറഞ്ഞ ഇപ്പൊ എനിക്ക് 85 വയസ്സുണ്ട്. ഇനിയും ഞാൻ പോയി യുദ്ധം ചെയ്യാം. സ്തോത്രം. പുറമേ നോക്കുമ്പോൾ ഉണ്ടല്ല ഒരു ഉണക്കക്കൊള്ളി, പക്ഷേ സ്പിരിറ്റിലേക്ക് വരുമ്പോഴല്ല ആളെ ലക്ഷണമൊക്കെ മാറിയ ജീവിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ വചനം. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് നിരാശപ്പെടുകയൊന്നും വേണ്ട. സ്തോത്രം. വചനം പറയുന്നത് എന്താ? എപ്പോഴും സന്തോഷിക്കില്ലെന്നാ പറഞ്ഞത്. സ്തോത്രം. ദൈവവചനത്തിൻ്റെ മുമ്പിൽ വിറയൽ കൊള്ളുന്നവനെ ദൈവം കടാക്ഷിക്കുമെന്നാ പറയുന്നത്. ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൻ്റെ വചനം എപ്പോഴും പ്രത്യാശയോടെ സ്വീകരിക്കണം. സ്തോത്രം. ചില വ്യക്തികൾ മനുഷ്യരാണ്, അവരുടെ അനുദിന ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാകും. പക്ഷേ ആരാധനയ്ക്ക് വന്നിരുന്ന ദൈവം തരുന്ന ദൂതിൽ ആ ശക്തിയുണ്ട്. ഇന്ന് ദൈവം എന്നോടാ സംസാരിച്ചെന്നാ പറഞ്ഞല്ലോ പോണേ. സ്തോത്രം. ആ വചനം ഏറ്റെടുത്ത് പോകുമ്പോഴാണ്, സ്തോത്രം, അടുത്ത 6 ദിവസത്തേക്കുള്ള പെട്രോൾ അടിച്ചിട്ട് പോവുക. സ്തോത്രം. സ്തോത്രം. ഹല്ലേലൂയ. അത് പോരാഞ്ഞിട്ടും എല്ലാ ദിവസവും തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ഇവിടുന്നും പെട്രോൾ അടിക്കുന്നുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. എന്തിനാ? പുറമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ ക്ഷയിക്കുന്നെങ്കിലും അകമേയുള്ള മനുഷ്യൻ നാൾക്ക് നാൾ പുഷ്ടി പ്രാപിക്കുവാനാണ്. ദൈവത്തിൻ്റെ വചനം പറയുകയാണ്. ഹല്ലേലൂയ. 119 സങ്കീർത്തനം 50-ാമത്തെ വാക്യം, അവൻ്റെ വചനം കഷ്ടതയിൽ നമുക്ക് ആശ്വാസം നൽകുന്നതാകുന്നു. ഹല്ലേലൂയ. സ്തോത്രം. ഒരു സൗഖ്യദായകൻ യേശു എനിക്കുണ്ട്. ഹല്ലേലൂയ. ആ സൗഖ്യദായകൻ യേശുവിൻ്റെ സൗഖ്യം പ്രാപിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും. ഹല്ലേലൂയ. സ്തോത്രം. ഓരോ നിമിഷവും അവൻ്റെ സൗഖ്യത്തിൻ്റെ കരം, ആശ്വാസത്തിൻ്റെ കരം, വിടുതലിൻ്റെ കരം, അവൻ്റെ സാന്നിധ്യം കൂടെ വരുക. ദൈവത്തിൻ്റെ വചനം ജോഷുവ 1-ാം അധ്യായം 8-9 വാക്യങ്ങൾ. ജോഷുവയ്ക്ക് കൊടുക്കുന്ന ഒരു ശക്തി. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിലെഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചുകൊണ്ടിരിക്കണം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഒരു ദൗത്യം ഏറ്റെടുക്കുന്ന വ്യക്തിക്ക് ദൈവം കൊടുക്കുന്ന ആയുധം എന്ന് പറയുന്നത്, ശക്തി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. അതേത് വ്യക്തിയുമായിക്കൊള്ളട്ടെ, വിവാഹ ജീവിതം നയിക്കുന്നവനായാലും ശരി, ഒരു ഭരണകർത്താവായാലും ശരി, ആരായാലും ആ വ്യക്തിക്ക് കൊടുക്കുന്ന ഒരു ശക്തി പകരുന്ന ആയുധമാണ് ദൈവത്തിൻ്റെ വചനം. ഞാൻ ഇന്നും നിന്നോട് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ എവിടെ ഇരിക്കണം? ധ്യാനിച്ചുകൊണ്ടേയിരിക്കണം. അത് ഹൃദയത്തിലുണ്ടായിരിക്കണം. അതിനെക്കുറിച്ച് ധ്യാനിക്കണം. എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും. യെസ്. നിനക്ക് ഉന്നത വിജയമുണ്ടാകും. ചേർന്ന് ഹല്ലേലൂയ പറ. ഹല്ലേലൂയ.
ഇപ്പൊ പറഞ്ഞ വാക്യം, എന്നാൽ നിന്റെ വഴികൾ അഭിവൃദ്ധിപ്പെടും. അഭിവൃദ്ധിപ്പെടും. ചേർന്ന് ഉച്ചത്തിൽ ഒരു ഹല്ലേലൂയ പറയാ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നിനക്ക് വിശാലത വരുത്തുന്നത്, അഭിവൃദ്ധി വരുത്തുന്നത് ഈ വചനമാണ്. ഹല്ലേലൂയ. അപ്പോൾ അതുകൊണ്ട് എന്നെയും നിന്നെയും പോറ്റി പുലർത്തുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. തളരാതെ ശക്തിയോടെ ബലത്തോടെ മുന്നോട്ട് നയിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ്. ജോഷുവയോട് ദൈവം പറയുകയാണ്. 8-ാമത്തെ വാക്യം ഒന്നുകൂടെ വായിക്കാം. ഈ ന്യായപ്രമാണ പുസ്തകത്തിലുള്ളത് നിന്റെ വായിൽ നിന്ന് നീങ്ങിപ്പോകരുത്. അതിൽ എഴുതിയിരിക്കുന്ന പോലെയൊക്കെയും അനുസരിച്ച് നടക്കേണ്ടതിന് നീ രാവും പകലും അത് ധ്യാനിച്ചു കൊണ്ടിരിക്കണം. അപ്പൊ ഇതിൽ എഴുതിയിരിക്കുന്നത് പോലെയൊക്കെയും അടിച്ചു മാറ്റരുതെന്നാ പറഞ്ഞേ. വചനം എന്ത് പറയുന്നോ അത് നീ അനുസരിക്കണം. അതനുസരിച്ചാൽ അനുഗ്രഹം. അത് രാപകൽ നീ ധ്യാനിക്കണം. പ്രൈസ് ദി ലോർഡ്.